ഈ വീഡിയോയ്ക്ക് 2 പാർട്ടുണ്ട്. കുറച്ച് സ്പോയിലർ എലമെൻറ്റുകൾ പറഞ്ഞാൽ മാത്രം നമുക്ക് വിമർശിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവസാന ഭാഗത്ത് സ്പോയിലറായിട്ട് തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ സ്പോയിലർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കും തുടക്കത്തിൽ ഞാൻ സംസാരിക്കുന്നത്. അത് എൻ്റെ കുഴപ്പമല്ല, സിനിമയുടെ കഥയുടെ കുഴപ്പമാണ്. പറഞ്ഞ് പഴകി അലക്കി തേച്ച് ഉണക്കി പിഞ്ചി പറഞ്ഞു പോയ ഒരു കഥയുടെ തനിയാവർത്തനമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് എന്നുള്ളത് കൊണ്ടും തൻ്റെ തന്നെ പഴകി പറഞ്ഞു പോയ കുറേ പഞ്ച് ഡയലോഗുകളാണ് ഗാരു ഇതിനകത്ത് ഇറക്കുന്നത് എന്നുള്ളത് കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. സത്യത്തിൽ അത് സ്പോയിലറല്ല. ചിരഞ്ജീവി ഗാരു, നയൻതാര ഗാരു, വെങ്കിടേഷ് ഗാരു തുടങ്ങിയ ഒരുപാട് ഗാരുകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സിനിമ മന ശങ്കര വരപ്രസാദ് ഗാരു. ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ റിലീസാവുന്നത് ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ദിവസമാണെങ്കിലും തലേന്നൊരു പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. ആ ഷോയ്ക്കാണ് പോയി കണ്ടത്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. അതുകൊണ്ട് ഏറ്റവും ആദ്യ സിനിമ കണ്ടത് ഞാനാണെന്ന് പറയാൻ പറ്റും. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. എല്ലാവരും തെലുങ്ക് സംസാരിക്കുന്ന ആളുകളായിരുന്നു. തെലുങ്ക് സിനിമയാണ് ഞാൻ കണ്ടത്, മലയാളം ഡബ്ബൊന്നുമല്ല. അനിൽ രവിപുടി അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. പുള്ളിയുടെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമോ വെങ്കടേഷ് നായകനായി വന്നിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു, സംക്രാന്തിക്ക് വസ്തുന. ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തരക്കേടില്ലാതെ വർക്കായ പടമാണ്. അപ്പോൾ ഈ സിനിമ വർക്കാവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് തിയേറ്ററിലേക്ക് പോയത്. ഇതിനു മുൻപ് പലവട്ടം എനിക്ക് വർക്കായിട്ടുള്ള അതേ കഥ തന്നെ വീണ്ടും കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഒരു കൊച്ചു കഥ, ഒരു പഴയ കഥ, കുറച്ചും കൂടി പഴയ കഥ. ഈ സിനിമയുടെ കഥയുടെ ഒരു കാലപ്പഴക്കം നമ്മൾ നിർണ്ണയിക്കുകയാണെങ്കിൽ ഈ സിനിമ ആദ്യം പറയുന്ന സമയത്ത് ജാംബവാനൊക്കെ ആകാശത്തൂടി പറഞ്ഞിരുന്നൊരു സമയമാണ്. നമ്മുടെ ചിരഞ്ജീവി ഗാരു ആണെങ്കിൽ ഇപ്പോഴും പഴയ പോലെ മാസ്ക ബാപ്പാണെന്ന് സ്വയം വിശ്വസിച്ച് പഴയ റെഫറൻസുകളും അബദ്ധങ്ങളും ഒക്കെ ആവർത്തിച്ച് ഒരു സന്തോഷം കണ്ടെത്തുന്നതാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പുള്ളിയുടെ പഴയ സ്റ്റെപ്പുകളും പഴയ പഞ്ചുകളും ഒക്കെ വീണ്ടും വലിയ സംഭവമായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെതായി ഓൾഡ് ആവാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ആണെന്ന് പറയേണ്ടി വരും. പാട്ടുകളുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു ഗുമ്മില്ല. വെറുതെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിങ്ങനെ ഒരു ഓളത്തിൽ പോകുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇതിൽ പാട്ടുകളുണ്ട് കേട്ടോ. അതായത് ഇതിലെ നമ്മുടെ നായിക നയൻതാരയുടെ കഥാപാത്രത്തിൻ്റെ പേര് ശശിരേഖ. അപ്പോൾ ശശിരേഖയെക്കുറിച്ച് ശശി എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ശശി ആരാണോ അയാൾക്ക് ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെങ്കി എന്ന് പേരുള്ള ഒരാളുണ്ടെങ്കിൽ വെങ്കിക്ക് കൊടുക്കാൻ പറ്റിയ, ഇതിൽ വെങ്കടേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വെങ്കി ഗൗഡ എന്നാണ്. അപ്പോൾ വെങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രസാദ് എന്നാണ്, വരപ്രസാദ് ഗാരു എന്നാണ് നമ്മുടെ ചിരഞ്ജീവി ഗാരു അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ പ്രസാദു എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഇതിൽ ഇവരുടെ പ്രണയഗാനം പോലും ഭയങ്കര രസമാണ്. ഓ ശശിരേഖേ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പാടും, അവിടുന്ന് ഇങ്ങോട്ട് ഓ പ്രസാദു എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടും. അങ്ങനെ ഇവർ പ്രസാദും ശശിയും തമ്മിലുള്ള ഒരു പ്രണയമാണ് നമ്മൾ കാണുന്നത്. വിഷ്വൽസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാ കളറും എല്ലാ ഫ്രെയിമിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ റിച്ച് ആയിട്ടുള്ള ആംബിയൻസ് ഒക്കെയാണ്. ഒരു റിച്ച് ബംഗ്ലാവിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അതായത് നമ്മുടെ ശശിയും അച്ഛനും പിന്നെ അവരുടെ കുട്ടികളും താമസിക്കുന്നത് ഒരു വലിയ ബംഗ്ലാവിലും ആ കുട്ടികളുണ്ടാവാൻ കാരണക്കാരനായ വരപ്രസാദ് ഗാരു താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അദ്ദേഹം ഈ വീട്ടിലേക്ക് വരുന്നു. അപ്പം ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വരപ്രസാദ് ഗാരുവിൻ്റെ, നമ്മുടെ ചിരഞ്ജീവി ഗാരുവിൻ്റെ പഞ്ചും പവറും ഒക്കെ കാണിക്കണ്ടേ. പുള്ളി ഇടയ്ക്ക് മതിലും ചില്ലും ഒക്കെ പൊട്ടിക്കും. പക്ഷെ അത് മുഴുവൻ VFXിലാണ് കാണിച്ചത്. ഇത്രയും കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ നിനക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി മതിൽ പൊളിക്കണോടാ എന്ന് ബിൽഡിങ്ങിൻ്റെ ഓണർ പറഞ്ഞുകൊണ്ടായിരിക്കും മതിൽ പൊളിക്കുന്ന സീനിൽ മതിലിൻ്റെ പുറത്ത് ഗ്രീൻ സ്ക്രീൻ ഇട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് നമുക്കത് മനസ്സിലാവാത്ത രീതിയിൽ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകളുടെ കാര്യം പറയാനാണെങ്കിൽ ഫുൾ LED മയമാണ്. നിറച്ച് ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് ഇതിലെ പാട്ടും പരിപാടികളൊക്കെ പോകുന്നത്. ചിരഞ്ജീവി ഗാരും നയൻതാര ഗാരും തമ്മിലുള്ള ഒരു പാട്ട് സീനിലെ പ്രത്യേകത എന്ന് പറയുന്നത് കാറിന് മുഴുവൻ LED സ്ട്രിപ്പൊക്കെ ഒട്ടിച്ചിട്ട് എന്ന് വെച്ചാൽ കാണാൻ നല്ല റിച്ച് ഫീലുണ്ട്. അതുപോലെ വെങ്കി ഗാരുവും ചിരുഗാരും കൂടി ഒരുമിച്ച് അഭിനയിക്കുന്ന പാട്ട് നമ്മൾ ബബ്ബയിൽ വരെ ലേറ്റസ്റ്റ് കണ്ടിട്ടുള്ള 2 നായകന്മാരുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ചൊരു പാർട്ടി പാട്ട് കൊടുക്കണമെന്ന് പറയുന്ന ആ തത്വത്തിനെ അംഗീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. എന്തായാലും പാട്ടുകൾ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വിഷ്വലി നമുക്ക് കാണാനുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസുകൾ കൊള്ളാവുന്ന ഒരു ആക്ഷൻ സീനാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഗുണ്ടകളൊക്കെ അങ്ങോട്ട് ചെന്ന് അടി വാങ്ങി തെറിച്ചും പറന്നുമൊക്കെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ചിരുഗാരുവിന് നിന്നടിക്കണമല്ലോ. അങ്ങനെ പുള്ളി നിന്നടിക്കുന്നുണ്ട്, ഗുണ്ടകളൊക്കെ അങ്ങോട്ട് ചെന്ന് അടി വാങ്ങിക്കുന്നുണ്ട്. ശരിക്കും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കൊന്നാലും തീരാത്ത അത്രയും ഗുണ്ടകളുമായിട്ടാണ് മെയിൻ വില്ലൻ വരുന്നത്. നമ്മുടെ സുദേവ് നായരാണ് ആ കഥാപാത്രം ചെയ്ത്. ഈ സിനിമയിൽ എൻ്റെ ഏറ്റവും
ഏറ്റവും നല്ല ആകപ്പാടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് സുദേവ് നായരെ കണ്ടതാണ്. പുള്ളി നല്ല മസിലും പരിപാടിയൊക്കെ ആയിട്ട് നെഞ്ചും വിരിച്ച് നിൽക്കുന്നു. ശരിക്കും മാസ്ക ബാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരുഗാരു ഈ സിനിമയിലുണ്ടെങ്കിലും ഇതിനകത്ത് നല്ലൊരു മാസ് ഫീൽ വന്ന്, അതായത് ഒരു പഞ്ചിങ് വില്ലൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത് സുദേവ് നായരായിരുന്നു. പക്ഷേ ചിരുഗാരുവിൻ്റെ കോമഡിക്ക് വേണ്ടിയിട്ട് പുള്ളീനെയും കോമഡിയാക്കി കളഞ്ഞു. അപ്പോൾ നമ്മുടെ സുദേവ് നായർ ഏറ്റവും അവസാനം കുറേ ഗുണ്ടകളുമായിട്ട് വരും. കൊന്നിട്ടും തീരുന്നില്ല എന്ന് പറയുന്ന, മറ്റേ തിന്നിട്ടും തീരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയായിരുന്നു. ഇമോഷൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇതിനകത്ത് ഈ അപ്പൻ പാസമാണ് ശരിക്കും വർക്കാവേണ്ടത്. ഭർത്താവ് പാസം ആക്ച്വലി അവനൊരു നല്ല ഭർത്താവൊന്നുമല്ല, ഒരു വൃത്തികെട്ടാൻ, കള്ളു കുടിച്ച് ഭാര്യയെ തല്ലുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചിരുഗാരു അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള സ്നേഹം എന്ന് പറയുന്ന തള്ളും മുള്ളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് 2 പിള്ളേരുണ്ട്. ആക്ച്വലി അവരെ വെച്ചിട്ടാണ് ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ചിരുഗാരുവിൻ്റെ ഈ ചീപ്പ് ഷോയിൽ നിന്നൊക്കെ ഒന്ന് മാറി ക്യാമറ ഒന്ന് ഫ്രീ ആയി കിട്ടിയാലാണല്ലോ കുട്ടികളുടെ മുഖത്തേക്ക് വെച്ച് അവരുടെ മനസ്സിലുള്ള സങ്കടമൊക്കെ കാണിക്കാൻ പറ്റുക. ചിരുഗാരു അതിനൊരു അവസരം കൊടുക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ സെമിത്തേരിയിൽ നിന്ന് മാന്തി എടുത്തുകൊണ്ട് വന്ന ഒരു കഥയ്ക്ക് ആവശ്യത്തിന് ചളി വാരിപ്പൊത്തി ഇതിൻ്റെ ഓട്ട അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംവിധായകനെയാണ് നമ്മൾ കാണുന്നത്. ആ ഓട്ടയൊക്കെ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെങ്കിടേഷ് ഗാരുവിനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ തെലുങ്ക് ഓഡിയൻസിന് സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് എത്രയോ വട്ടം കണ്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. കഥയെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. അതിനൊരു സ്പോയിലർ പാർട്ട് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുന്നു, ഭാര്യ പിണങ്ങി പോകുന്നു, പിള്ളേരെ കാണാതെ കാത്തിരിക്കുന്ന ഭർത്താവ്. അവസാനം പിള്ളേരും ഭാര്യയുമായി അദ്ദേഹത്തിന് ഒരുമിക്കാൻ പറ്റുമോ, അദ്ദേഹത്തിൻ്റെ സ്നേഹം കണ്ട് ഭാര്യ മനസ്സ് മറ്റേ നന്നായി വന്നിട്ട് അദ്ദേഹവുമായി ചേരുമോ എന്ന് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ. ഇടയ്ക്ക് പഞ്ച് ഡയലോഗുകളും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഏറ്റവും അവസാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നയൻതാരയും അജിത്തും കൂടിയാണ് അങ്ങനെ ഒരു സിനിമ ചെയ്തത്. വിശ്വാസം സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു പുതുമ ഫീൽ ചെയ്യാനുള്ള ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷേ വിശ്വാസമൊക്കെ കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പടം തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പരിപാടി എന്താണെന്നുള്ളത് മനസ്സിലാവും. ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ സിനിമ സംവിധാനം ചെയ്ത ആളൊക്കെ വിചാരിച്ചിരിക്കുന്നത് സ്ത്രീകൾ കൂട്ടം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവർ പരദൂഷണം പറയുന്നവരാണെന്നൊക്കെ പറയുന്ന പോലത്തെ തമാശകളില്ലേ, അതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് സ്വീകരിച്ചോളും എന്ന് കരുതുന്ന അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് കടുത്ത നിരാശയും മുടിഞ്ഞ തലവേദനയായിരുന്നു. സിനിമ തീരാൻ വേണ്ടി കാത്തിരുന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ വിചാരിച്ചു ഞാനാണ് തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് ഇറങ്ങാൻ കാത്തിരിക്കുന്നതെന്ന്. അല്ല കേട്ടോ, തെലുങ്ക് ഓഡിയൻസ് തന്നെ തിയേറ്ററിൽ നിന്ന് ആദ്യമേ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു ലാസ്റ്റത്തെ ആ ക്രെഡിറ്റ്സ് ഒക്കെ കാണുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണല്ലോ. എനിക്ക് സിനിമ വർക്കായിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വർക്കാവില്ല എന്നില്ല. നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ട് വിലയിരുത്തുക. ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. ഇനി അങ്ങോട്ട് ഈ സിനിമയുടെ ചില സ്പോയിലർ എലമെൻറ്റുകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദിസ് പാർട്ട് ഓഫ് ദ വീഡിയോ ഈസ് നോട്ട് എ റിവ്യൂ. സോ സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഈ ഭാഗം കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയിലെ ചിരഞ്ജീവി ഗാരു നയൻതാര ഗാരുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. നയൻതാര ഗാരു ഒരു വലിയ കോടീശ്വരി ആയിട്ടുള്ള മകളാണ്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ പോകേണ്ടതാണ്. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നയൻതാര ഗാരുവിൻ്റെ അച്ഛൻ ഗാരു പറഞ്ഞു ഈ വീട്ടിൽ നിൽക്കാൻ പറ്റൂല, ഇവനെ ഒന്നും കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റൂലാണ്. അപ്പോൾ നയൻതാര ഗാരു പറയും പറ്റൂല, ഞാൻ പ്രേമിച്ച ആളെയാണ് ഇഷ്ടം, ഞാൻ അവൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു മിഡിൽ ക്ലാസ് സേന എന്ന് അവരിടക്കിടക്ക് പറയുന്ന മിഡിൽ ക്ലാസ് വീട്ടിലേക്ക് പോകുന്നു. പുള്ളിയുടെ തുണി അലക്കി കൊടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, 2 പിള്ളേരെ പ്രസവിക്കുന്നു. 3 വർഷം കൊണ്ട് അവർ 2 കുട്ടികളെ സമ്പാദിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചിരഞ്ജീവി ഗാരു തന്നെ പറയുന്ന മിഡിൽ ക്ലാസ്സുകാരനല്ലേ, ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയ ആകെയുള്ള ഗിഫ്റ്റ് 2 മക്കളല്ലേ. അങ്ങനെ 2 മക്കളെയൊക്കെ കൊടുത്ത് നയൻതാര ഗാരു അവിടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ അച്ഛൻ ഗാരു അങ്ങോട്ട് ചെന്നിട്ട് മോളെ നീ മടങ്ങി വരൂ എന്ന് പറയുന്നുണ്ട്. നയൻതാര ഗാരുവിന് താല്പര്യമില്ലെങ്കിലും ചിരഞ്ജീവി ഗാരുവിൻ്റെ ആഗ്രഹപ്രകാരം അവർ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഈ അച്ഛൻ ഗാരു ഈ പുള്ളിനെ കുറച്ച് കഷ്ടപ്പെടുത്തും, ചിരഞ്ജീവി ഗാരുവിനെ. അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ ഭാര്യയുടെ അച്ഛനെ തല്ലും. ഭാര്യയുടെ അച്ഛന് ദുരുദ്ദേശങ്ങളുണ്ടെങ്കിലും ഭാര്യയുടെയും ജോലിക്കാരുടെയും മുന്നിൽ വെച്ച് ഭാര്യയുടെ അച്ഛൻ്റെ മുഖത്തടിച്ചിട്ട് പറ്റിപ്പോയി എന്ന് ചിരഞ്ജീവി ഗാരു പറയുമ്പോൾ എല്ലാവരും അങ്ങ് ക്ഷമിക്കണം. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അച്ഛനെ തല്ലിയതിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ അച്ഛനെയും ഭാര്യയും ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് ചിരഞ്ജീവി ഗാരു വീണ്ടും തല്ലും. ഇതിനാണ് ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, ഡിവോഴ്സൊക്കെ അവർ വാങ്ങിച്ചെടുക്കുന്നത്. പക്ഷേ ചിരഞ്ജീവി ഗാരു ഒരു പെഗടിച്ച് കണ്ണ് നിറച്ച് എനിക്കെൻ്റെ മക്കളെ കാണാഞ്ഞിട്ട് 6 കൊല്ലമായി, ഞാനൊരു ക്രൂരനും വൃത്തികെട്ടവനുമാണെന്നാണ് അവളും അച്ഛനും കൂടി എൻ്റെ മക്കളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്ന് മോങ്ങാണ്. എനിക്കത് കാണുന്ന സമയത്ത്
എടോ താൻ തൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. അയാൾ മോശമായി ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് താൻ നന്നായി സംസാരിക്കണമായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ മീറ്റിങ്ങിന് ഇരിക്കുന്ന ഭാര്യയോട് നീ വേഗം വന്നേ എനിക്കിപ്പം നിന്നോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ മീറ്റിംഗ് കഴിയട്ടെ എന്ന് അവർ മാന്യമായി പറയുന്നുണ്ട്. അതിനാണ് ഈ മനുഷ്യൻ ഈ ചൊറിഞ്ഞ സ്വഭാവം കാണിക്കുന്നത്. എന്നിട്ട് മക്കളെ വളച്ച് ആ വീട്ടിൽ കയറി ചെന്ന് സ്വന്തം ഭാര്യയുടെ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഭാഷയൊക്കെ വെച്ച് ഒരു ലോക്കൽ ലാംഗ്വേജ് പറയാനാണെങ്കിൽ ചില ഞരമ്പന്മാർ കാണിക്കുന്നത് പോലെ ഭാര്യ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയും ചൊറിഞ്ഞിട്ട് എന്താണ് എന്നുള്ള ഭാവത്തിൽ, അതുപോലെ രാത്രി അവരുടെ മുറിയിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ സ്വന്തം മുറിയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഡിവോഴ്സ് ചെയ്ത ഭാര്യയോട് കുറേ വൃത്തികേടുകൾ ഇയാൾ കാണിക്കുന്നുണ്ട്. ഇയാൾ ഭാര്യ ആയിരുന്നു എന്നുള്ള അധികാരത്തിൽ കാണിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ സിനിമയിൽ സ്നേഹമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നാളെ ഇയാൾ വീണ്ടും ഭാര്യയെ തല്ലില്ലെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ തല്ലുന്നത് കണ്ടിട്ടാണ് ഈ മക്കൾ വളരുക എന്ന് പറയുന്നത് എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പുള്ളിക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും. മുടിഞ്ഞ ഈഗോ ഉള്ളൊരു മനുഷ്യനാണ്. എൻ്റെ ഈഗോ ഒക്കെ ഞാൻ മാറ്റിവെച്ച് കേട്ടോ എന്ന് പുള്ളി ഇടക്കിടക്ക് പറയുന്നുണ്ടെങ്കിലും അങ്ങേരുടെ ഈഗോയിലാണ് ഈ സിനിമ മുഴുവൻ ഓടുന്നത്. അങ്ങനെ ഭർത്താവായാൽ അടുപ്പിലും ഭർത്താവായാൽ കുറച്ച് ഈഗോ ആവാം എന്ന് പറയുന്ന ആ സംഭവത്തിനെ വീണ്ടും ഗ്ലോറിഫൈ ചെയ്യുന്ന ഭാര്യ എത്ര വലിയ കോടീശ്വരിയും എത്ര കഴിവുള്ളവളാണെങ്കിലും ഭർത്താവിൻ്റെ മിഡിൽ ക്ലാസ് അപ്പാർട്ട്മെൻറ്റിൽ വന്ന് അങ്ങേർക്ക് തുണി അലക്കി കൊടുത്ത് അങ്ങേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന തുണി അലക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, അത് അവർ ചെയ്തോട്ടെ. പക്ഷേ അങ്ങനെ മാറിയാലേ അവളൊരു നല്ല ഭാര്യ ആവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു പറഞ്ഞു വെക്കൽ ഈ സിനിമയിലുണ്ട്. കോടീശ്വരനായി അമ്മായി അച്ഛൻ വരെ ഇവരുടെ വീട്ടിൽ വന്ന് ബെഡ്ഷീറ്റും തുണി അണ്ടർവെയറും ഒക്കെ കഴുകിയിടുന്ന സീനൊക്കെ സിനിമയിൽ കാണിക്കുന്നത്. ഇതൊക്കെയാണോ ഫാമിലി ആയിട്ട് നിങ്ങൾ ഫീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്നെ സംബന്ധിച്ച് ഇതൊരു ദുരന്ത സിനിമയായിരുന്നു. ഒരുമാതിരി വൃത്തികെട്ട കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് വെക്കുന്നൊരു സിനിമയായിരുന്നു. അസഹനീയമായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഇങ്ങനെ ഡിഫറെൻ്റ് ആണല്ലോ, അപ്പം മനസ്സിലാക്കിക്കോണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ബൈ.